Hello friends, food fashion flyil innu njan undakkan povunnathu ചീടയുടെ വെറൈറ്റി ടൈപ്സ് ഉള്ള ഷേപ്സ് ആണ്. ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല, എന്നാലും നമ്മളുടെ വീട്ടിലെ സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം വെച്ചിട്ട് എങ്ങനെ ചീടയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 3 ടൈപ്പിലുള്ള ഫോർക്കുകളാണ്. നമ്മൾ മാഗിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ ഈ ഫോർക്ക്. നല്ല ഷേപ്പിലൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതും മാഗിയുടെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെയാണ്, ഇത് സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ ഈ 3 ടൈപ്പിലുള്ള ഫോർക്ക് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചീടയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 രീതിയിലാണ് നമുക്ക് ഷേപ്പ് ഉണ്ടാക്കി വരുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചീട മിക്സൊക്കെ ചെയ്ത് എല്ലാം മിക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയാണ് എടുക്കേണ്ടത് ആദ്യം. എന്നിട്ട് നമ്മൾ ഞാനിത് ആദ്യം എൻ്റെ ചാനലിൽ ഞാൻ ചീടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ക്ലിപ്പൊന്ന് മിസ്സായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറേ പേര് കമൻറ്റ്സ് ബോക്സിലൊക്കെ അറിയിച്ചു എൻ്റെ ഷേപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ എടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നമ്മൾ നല്ലോണം മിക്സൊക്കെ ചെയ്തെടുത്ത് ചെറിയ ബോളോ എന്തെങ്കിലും ആക്കിയിട്ട് ഇതുമേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറിയ ബോൾ മതിയെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ട് ഒന്ന് റോളാക്കി എടുത്താൽ മതി. നോക്കി, നല്ല കറക്റ്റ് നമ്മുടെ ഷേപ്പിൽ വന്നില്ലേ നോക്കി, കണ്ടോ? ഇനി ഈ ഷേപ്പിനോടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവ് എടുക്കുക, പ്രസ് ചെയ്തോട് ഒരുപാട് പ്രസ് ചെയ്യണ്ട. ഒരുപാട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റോളാക്കിയാൽ മതി. ഈ ടൈപ്പിലുള്ള ഷേപ്പായി. ഒന്നും ചെയ്യാനില്ല, സിമ്പിളാണിത്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലും വണ്ണത്തിലും തിക്നെസ് കുറവിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചീട. അടുത്ത ഫോർക്ക് വെച്ചിട്ട് അടുത്തത് ഉണ്ടാക്കാം, അടുത്ത ഷേപ്പ് ഉണ്ടാക്കാം. ഇത് കുറച്ചിങ്ങനെ പരന്നിട്ടുള്ളൊരു ഷേപ്പാണ് കേട്ടോ. വലിയ ചീടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫോർക്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. നമ്മുടെ ഇപ്പം മാഗി മേടിച്ച ഫോർക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഫോർക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചീട. തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ചീട ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മേടിക്കാനൊന്നും കടകളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നു കഴിയുമ്പോൾ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. കറക്റ്റ് ചീടയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അത്ര നല്ല ടേസ്റ്റും ആയിരിക്കും, സോഫ്റ്റും ആയിരിക്കും, തിക്നെസ്സും കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുഡ് ഫാഷൻ പ്ലേ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.